ഹലോ ഗായ്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഫാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫാമിൻ്റെതാ ഇത്രത്തോളം നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ റൂഫും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഫാം സെറ്റാണ്. അപ്പം നമ്മളുടെ കയ്യിൽ ഒരൊറ്റ ഹോപ്പർ മാത്രമേ ഉള്ളതുകൊണ്ട് ഒരൊറ്റ ബ്ലോക്കിൽ വരുന്ന വിധത്തിലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആകാൻ വേണ്ടിയിട്ട് 2 ബ്ലോക്കിൽ ചെയ്യുന്നതാണ് പതിവ്. നമുക്ക് പിന്നീട് നമ്മൾ എന്തായാലും 2 ബ്ലോക്കിൽ ചെയ്യുന്നതായിരിക്കും. അതും ഒട്ടും വൈകാതെ തന്നെ നമ്മൾ 2 ബ്ലോക്കിൽ ചെയ്യും. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓക്കെ, നമുക്ക് റൂഫ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അങ്ങോട്ട് സുഖമായിട്ട് നമുക്ക് വെട്ടമാറ്റണം. അതിൻ്റെ കയ്യിരിക്കുന്ന ബ്ലോക്ക് തികയോ എന്നറിയത്തില്ല. ഇതെല്ലാം കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ഈ റൂഫ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ, ഞാനിതിവിടെ തീർന്നില്ല. ഇനി ഇതിൻ്റെ സൈഡിലത്തെ ആ ഒരു റോയും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതും കൂടെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫാം സെറ്റാകും. ഫാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണേണ്ടവർക്ക് മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ടൊക്കെ കാണാം. നമ്മളുടെ പഴയ രീതിയിലുള്ള ഫാമാണ്. അപ്പോൾ ഇത് കൂടാതെ വേറെ ഫാമുകളൊക്കെ ഉണ്ടാക്കണം. ഒത്തിരി പ്ലാനുകളുണ്ട്. നിങ്ങൾക്കും എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്കതനുസരിച്ച് ചെയ്യാം. അതെന്തായാലും ഇതൊരു ടെമ്പററി ആയിട്ട് ഫാം ആയിരിക്കും. കാരണം ഇതൊരു ഇച്ചിരി കൂടെ എഫിഷ്യൻ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ പണി ഇതിൽ നടത്തേണ്ടി വരും. കാരണം നമ്മൾ സിംഗിൾ ബ്ലോക്കിൽ വരുന്നതായതുകൊണ്ട് എൻ്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ സ്പൈഡേഴ്സിന് നമുക്ക് ഈ ഫാമിൽ നിന്ന് സ്പൈഡറിനെ കിട്ടില്ല. സ്പൈഡർ ഒരു സിംഗിൾ ബ്ലോക്ക് ആയതുകൊണ്ട് സ്പൈഡറിന് സുഖമായിട്ട് അതിൽ നിന്ന് എസ്കേപ്പ് ആകാൻ പറ്റും. മറ്റുള്ള മോഡ്സൊക്കെ കിട്ടിയാലുള്ളതേ ഉള്ളൂ. അപ്പം ഓരോന്നിൻ്റെ സ്പോണർ കണ്ടുപിടിച്ച് ഓരോന്നിന് സെപ്പറേറ്റ് ഫാമും ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് തറയിലോട്ട് പോകാം. ഇവിടെ നിന്ന് നമ്മൾ ചാടുകയാണ്. ഒരു മോബിക്കുന്നു എൻ്റെ ഇവിടെ നിന്ന് വന്നതാ. എന്നെ പിടിച്ച് ഇവന്മാരെന്തായാലും അത് വരത്തില്ല. ഓക്കെ, അത് വർക്കാണ് കേട്ടോ. അവിടെ ഓപ്ഷനൊന്നും വരുന്നില്ല. എന്താ ഗൈസ്, നമ്മളുടെ ഫാം റെഡി ആയിട്ടുണ്ട്. സക്സസ് ആണ്. നമ്മളുടെ ഫാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പം എന്താ പറയുക, എമറാൾഡിനുള്ള
ഒരു സോഴ്സും കൂടെ ആയിട്ടുണ്ട്. ഈ റോട്ടൺ ഫ്ലഷ് ഇത് നമുക്ക് വിറ്റ് എമറാൾഡ് കിട്ടുന്നതാണ്. ക്രീപ്പറൊക്കെ വീഴുന്നുണ്ടോ? ഇതിങ്ങനെ വെച്ചേനാ നല്ല ഐഡിയ അല്ലേ? ഇതാ നമുക്ക് കളക്ട് ചെയ്യാൻ ഇച്ചിരി എളുപ്പമായിരിക്കും. ഓരോന്നിനും ഒരു റോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ റോയിൽ ഫില്ലായിട്ടല്ലേ അത് പിന്നീടുള്ള ഇതിലോട്ട് വരത്തുള്ളൂ. കുറച്ചുകൂടെയൊക്കെ വേണം, എന്നാലേ അത് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ വരത്തുള്ളൂ. ആരും വരുന്നില്ല. അവിടെ ഇരിക്കട്ടെ. ആരുമില്ലേ? ഹലോ, ഞാൻ മുകളിൽ ഇരിക്കുന്നത് എൻ്റെ കയ്യിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ നിറയ്ക്കേണ്ടി വരും. നല്ല മുകളിലോട്ട് പോവാം. ഭാഗ്യം നൈറ്റായില്ല. എന്തായാലും നമുക്ക് കെട്ടിപ്പൂട്ടിയൊക്കെ അല്ലേ. കെട്ടിപ്പൂട്ട ഒരു എന്താ പറയുക, കണ്ടോ ഇതിനകത്ത് സ്പൈഡറുണ്ട്. ഇവിടെ ആ സ്പൈഡർ ഇങ്ങോട്ട് വരുന്നു. സ്പൈഡറിന് ഇതേപോലെ ഇടുങ്ങിയ പാതകളിലൊക്കെ അതിന് സുഖമായിട്ട് എസ്കേപ്പ് ആകാൻ പറ്റും. നൈറ്റ് ആകാൻ പോകുന്നു. നമ്മളുടെ കയ്യിൽ എന്തായാലും ആവശ്യത്തിന് ഡേർട്ട് ഉള്ളതുകൊണ്ട് വീണ്ടും എന്തെങ്കിലും ബിൽഡൊക്കെ ചെയ്യണമെങ്കിൽ സുഖമായിട്ട് ഉപകരിക്കും. പക്ഷെ എല്ലാം കുറഞ്ഞു വരും, അതിനനുസരിച്ച് റീഫില്ലും ചെയ്യണം. എല്ലാം തിരിച്ചു വച്ചേക്കാം. നൈറ്റായി. ലെറ്റ്സ് സ്ലീപ്പ്. Oh, good morning, sir. Trader sir, good morning. അതിൻ്റെ പോലും ചെയ്യുന്നില്ല. കൊണ്ടുപോകണം. കുറച്ച് ക്യാമറകളുടെ ഇട്ടിട്ട് വേണം ഇവൻ്റെ കയ്യിൽ നിന്ന് ഓരോന്നൊക്കെ വാങ്ങാൻ. പെട്ടെന്നായിരുന്നെങ്കിൽ വേറെ മോബൊന്നും വരുന്നില്ല. നമ്മളിവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കല്ലേ മോബ് ഇങ്ങനെ സ്പോണാകത്തുള്ളൂ. എൻ്റെ പ്ലാനും അത് തന്നെയായിരുന്നു. നമ്മളിവിടുത്തെയും മരങ്ങളൊക്കെ വെട്ടുന്ന ടൈമിൽ ഇവിടെ മോബ് സ്പോണാകും, നമുക്ക് കുറച്ച് ലൂട്ട്, നമ്മളൊന്നും ചെയ്യാതെ കുറച്ച് ലൂട്ട് കിട്ടുമല്ലോ എന്നാണ് കരുതിയത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ഫാം നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പം എന്തായാലും എന്തായാലും ലൂട്ട് കുറവാ.
ഓക്കെ ഓക്കെ എന്താ കാണാമല്ലോ എന്തോ ഓ അപ്പോൾ ഗൈസ് ഇന്നിനിപ്പോൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ ഗൈസ്.